നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ രാവിലെ കോരിയെടുത്ത വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു രാവിലെ വെള്ളമല്ലേ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ശരിയാണ്, നാട്ടു സമൂഹത്തിൽ അങ്ങനെ വ്യാപകമായ അറിവുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ പിറക് ഭാഗത്തിന് ശക്തി കുറഞ്ഞു വരും. നിങ്ങൾ ഇതും ചെയ്തോയ്ക്കോ. നിങ്ങളെ വീട്ടിലെ 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് രാവിലെ എണീച്ചപാട് പച്ചവെള്ളം കൊടുക്കുന്നു, മറ്റേ കുട്ടിക്ക് രാവിലെ എണീച്ചപാട് ഈത്തപ്പഴം കൊടുത്ത് വെള്ളം കൊടുക്കുന്നു. ഈ 2 കുട്ടികൾ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നീട് ഞാൻ ക്ലിയർ ആക്കി തരാം ഇൻഷാ അല്ലാഹ്. ആയുസുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടണമെന്നേ മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്യണ്ട. ഞാനൊരു അപകടം പിടിക്കുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇടങ്ങാറാണ്ട. ചില ആളുകൾക്ക് എന്തും പരീക്ഷിച്ചേ മതിയാവും എന്നുള്ളവരുണ്ടാവും. ജലാംശമുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം പറ്റൂല, അങ്ങനെയുണ്ട്. നേന്ത്രപ്പഴങ്ങളും കഴിച്ചാൽ അതിൽ ജലാംശം കൂടുതലില്ല. ഇപ്പോൾ ബത്തക്ക, ഓറഞ്ച്, പൈനാപ്പിൾ, അതിലൊന്നും നമ്മൾ എന്താക്കരുത്, അതിൻ്റെ പിറകെ വെള്ളം കുടിക്കരുത്. ഫ്രൂട്ട്സിന് പിറകെ വെള്ളം കുടിക്കരുത്. അത് ഏത് ഫ്രൂട്ട്സാണ്? ഓൾറെഡി അതിൽ തന്നെ വെള്ളമുണ്ട്. ജ്യൂസ് കുടിച്ചാൽ കിഡ്നി രോഗം വേഗം വരുത്താം. അതല്ല ഞാൻ പറഞ്ഞത്. കിതാബ് തന്നെ ഉണ്ട്. കിതാബ്, അറബി കിതാബ് മുജറബാത്തിലുണ്ട്. ഇത് ഇസ്ലാമിക ലോകത്തെ പൂർവിക പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബിൽ തന്നെ ഉണ്ട്. ചായ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലത് ഞാൻ പറഞ്ഞില്ലേ, അത് ശ്രദ്ധിച്ചില്ല. ഈത്തപ്പഴമാണ് കൂടുതൽ ബെറ്റർ. അതിൽ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ മാനിക്കുകയാണെങ്കിൽ അജുവയാണ് ബെറ്റർ. പിന്നെ പ്രതിരോധ സംബന്ധമായ തകരാറ്, വയറ്റിൽ പുണ്ണൊക്കെയുള്ളവരാണെങ്കിൽ അത്തിപ്പഴമാണ് നല്ലത്. അങ്ങനെ അവിടെ മാറി. ഭയങ്കര അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് നെഞ്ച് കത്തൽ, നെഞ്ചരിച്ചൽ, യെസ്. ഇത്തരം പ്രശ്നമുള്ളവരാണെങ്കിൽ ഈത്തപ്പഴത്തിലേക്ക് പോകാതെ അത്തിപ്പഴത്തിലേക്ക് വരണം. ഡെയിലി രാവിലെ ഒരു 2 അത്തിപ്പഴം 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ഫിംഗർ ജ്യൂസ് അടിക്കണം. വിരലുകൊണ്ട് ഇങ്ങനെ ഉടക്കുക. വിരലുകൊണ്ട് ഉടച്ചിട്ട് അതിലൊരു സത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കുക ആദ്യം. ശേഷം ആ പീസസ് ഇല്ല അത് നന്നായി ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ ഹാർട്ടിന് എപ്പോഴും ക്ഷീണമുള്ള ഒരാളാണ്, അയാൾക്ക് രാവിലെ നല്ലത് ഉറുമാമ്പഴമാണ്. മാറിയില്ലേ വിഷയം? ഈത്തപ്പഴം പറ്റും. ഈത്തപ്പഴവും നേന്ത്രപ്പഴവും രണ്ടും ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ വേറൊരു നിർദ്ദേശം വരുന്നത് ഉറുമാമ്പഴത്തിൽ നിന്ന് 15 സീഡ്, ഉറുമാമ്പഴമില്ലേ, അതിലെ 15 അല്ലി മാത്രം എടുക്കണം, 15 പീസ് മാത്രം. അത് വായിലിടുക, ഒരു 15 മിനിറ്റ് ചവക്കുക. 15 എണ്ണം 15 മിനിറ്റ് ചവക്കുക. പിള്ളേരൊന്നും കാണരുത്, എന്താ ഉപ്പാക്ക് പറ്റിയെന്ന് ചോദിക്കും. മുമ്പ് ബബിൾഗം ചവക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചീത്ത പറഞ്ഞല്ലേ, ഇരുന്ന് ചവക്കണം. അങ്ങനൊരു മെത്തേഡ് ഞാൻ പഠിച്ചിട്ടില്ല, അറിയില്ല എനിക്ക്. അത്തിപ്പഴം സൈത്തെണ്ണയിലിട്ട് കഴിക്കുന്ന മെത്തേഡ് ഉണ്ടാവാം, കാരണം വ്യത്യസ്ത രൂപത്തിലുള്ള ഉപയോഗം ലോകത്തുണ്ട്. മഹാനായ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ മഹാപണ്ഡിതനാണ് ആടൂര് ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകൾ. അദ്ദേഹത്തിൻ്റെ ഒരു ക്രമമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നം, പൈൽസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക്, ദഹനം നന്നായി നടക്കാത്തവർക്ക്, മനസ്സിലായില്ലേ, പൈൽസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഈ അത്തിപ്പഴം രാവിലെ കഴിക്കുന്നത് വളരെ ബെറ്ററാണ്. അതുപോലെ രക്തം പോവുക, ബാത്റൂമിൽ പോകുമ്പോൾ രക്തം ബ്ലീഡ് ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അത്തിപ്പഴം നല്ല ഫലം ചെയ്തിട്ടുണ്ട്. അത് മാത്രം മരുന്നാണെന്നും തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് വയറുമായി, പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ രോഗമല്ല, വയറിൻ്റെ രോഗമാണ്. വയറിൽ അന്വേഷണം നടത്തി വയറിനെ പഠിച്ച് വയറിനെ ചികിത്സിച്ച് ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ മസിലുകളെ ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്താലേ പൈൽസ് പൂർണ്ണമായും ശിഫയാവുള്ളൂ. അതേസമയം ഒരു സപ്പോർട്ടീവ് ഏജൻ്റാണ് ഏത്, ഒരു എന്താ പറയുക, ഒരു തൽക്കാല ആശ്വാസം കിട്ടുന്ന ആളാണ് അത്തിപ്പഴം. അതിൻ്റെ കൂടെ ഫുഡ് ശ്രദ്ധിച്ചാൽ പിന്നെ പൈൽസ് ഉണ്ടാവില്ല. നരമ്പ് സംബന്ധമായ പ്രശ്നം വരില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനമാണ്, യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നടന്ന പഠനം. 5 മില്ലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂൺ അളവാണ്. ഡെയിലി കഴിച്ചാൽ വരില്ല. രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അറിവ്, ഞാൻ ആകെ 10 കൊല്ലമായിരുന്നു പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എത്ര കൊല്ലം പഠിക്കേണ്ടതാ? ഫ്രഷ് ഫ്രൂട്ടാണ് നല്ലത്. അതിൽ പറഞ്ഞ ജലാംശത്തിൻ്റെ ഗുണം കൂടുതലുണ്ട്. ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഗുണം വേറെയാണ്, മനസ്സിലായില്ലേ? വിരുദ്ധാഹാരങ്ങൾ ഇപ്പോൾ പാല്, മീൻ, അതുപോലെ തോടുള്ളതും തോടില്ലാത്തതും, ഇറച്ചിയും മീനും, ചിക്കനും തൈരും, ഇങ്ങനെയുള്ളതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഉഴുന്നും തൈരും പറ്റൂല, അതൊന്നും പിന്നെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്നതിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഒന്ന് തൈരും കോഴിയാണ്. പിന്നെ ഇവിടെ പിന്നെ തൈരല്ലല്ലോ കിട്ടുന്നത്, അല്ലേ? തൈര് എന്തോ ഒരു പൊടിയിൽ തൈര് പോലെ ആക്കിയിട്ട് തരുന്നതല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അൽമറായി എന്നൊക്കെ കേട്ട വലിയ മറ്റേ നടുക്കഷ്ടത്ത് വന്നാണ് നമ്മളെ വിചാരം. പോട്ടെ, ഒരു കേൾക്കണ്ട നമ്മൾ പിന്നെ, അല്ലേ? യെസ്, യൂറിക് ആസിഡ് എന്നതൊരു പുതിയ പ്രയോഗമാണ്. പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ ക്ലോസറ്റ് വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന രോഗമാണത്. നല്ല ചോദ്യമാണത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്,
അപ്പോൾ നമ്മൾ നിർത്താനുമായി. അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം പ്രധാനമായി വന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ യൂറിയ അല്ല, അങ്ങനെയൊന്നും പറയണ്ട പോട്ടെ, മൂത്രം കറക്റ്റ് പോകാത്തതുകൊണ്ട് അവശേഷിക്കുന്ന മൂത്രം, യൂറിനറി ബ്ലാഡറിൽ മൂത്രം സൂക്ഷിച്ചു വെക്കുന്ന, കിഡ്നി അതിൻ്റെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് തള്ളേണ്ട സാധനമില്ലേ മൂത്രം, ഈ മൂത്രം പുറത്ത് പോവാതെ ഒരല്പം ബാക്കി നിൽക്കൽ സ്വഭാവമുള്ളവരിലാണ് വ്യാപകമായി യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത്. പ്രധാനമായും സന്തുക്കളിൽ വേദന വരിക, നീർക്കെട്ടുണ്ടാകുക പോലത്തതാണ് പ്രധാന ലക്ഷണമായി പറയുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരും. ഈ പാങ്ക്രിയാസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പിന്നീട് രോഗം വരും. യൂറിക് ആസിഡ് ചെറിയൊരു രോഗമായി കാണരുത്, വലിയ രോഗങ്ങളിലേക്കുള്ള ചെറിയ സൂചന മാത്രമാണത്. അതൊരു വലിയ രോഗമൊന്നുമല്ല. മസാല ചേർത്ത ഭക്ഷണത്തിൽ നിന്നും കൂടുതൽ പോത്തിറച്ചി കഴിക്കുന്നതിലും തൽക്കാലം വിട്ടുനിന്നാൽ തന്നെ, തക്കാളി കൂടുതലുള്ള കറി കൂട്ടുന്നതിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ തന്നെ ഒരു പരിധി വരെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ 2.5 ലിറ്റർ ചുരുങ്ങിയത് ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്ന ശീലവും, ഷമ്മാമ എന്ന് പറയുന്ന ഇവിടെ കിട്ടുന്നൊരു സാധനമുണ്ട്, എന്തായാലും അല്ലേ, ഓക്കെ, തൊലി ഒരല്പം മഞ്ഞയായ തന്നെ തിരഞ്ഞെടുക്കണം, അതന്നെ തിരഞ്ഞെടുക്കണം. ഷമ്മാമ കഴിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചുരങ്ങ രാത്രി കറി വെച്ച് കഴിക്കുക. ഉറങ്ങുമ്പോൾ കാല് പൊക്കി വെച്ച് കിടക്കുക, കുറച്ച് ഒരല്പം പൊക്കി വെച്ചിട്ട് കിടക്കുക കാല്. പിന്നെ രാവിലെ ബാർലിയുടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, ബാർലി പ്രധാനമായ ഭക്ഷണം കഴിക്കുക. തൽവീന എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ ഒരു കഞ്ഞിയുണ്ട്, തൽവീന. മുസ്ലാസുമ തങ്ങൾ കഴിച്ചിരുന്നു, ഭാര്യമാരെ കഴിപ്പിച്ചിരുന്നു, സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ബാർലി 20 ഗ്രാമും ഒരു 300 മില്ലി പാലിൽ വേവിച്ച തൽവീനയായി. 20 ഗ്രാം ബാർലി ഒരു 300 മില്ലി പാലിലിട്ടാൽ നമ്മൾ ഓട്സ് കാച്ചണ പോലെ, ഇപ്പോൾ എളുപ്പമായില്ലേ, പറഞ്ഞാൽ വേഗം മനസ്സിലാകുന്ന ഭാഷ പറയണം. ഓട്സൊക്കെ കാച്ചണ മാതിരിയുള്ള പരിപാടി. തേനും കൂടി ചേർത്താൽ പൂർണ്ണ സുന്നത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേൻ ചേർത്ത് കഴിച്ചിരുന്നു, പക്ഷേ ചൂടുള്ള സമയത്ത് തേൻ ചേർക്കാനും പറ്റൂല. അപ്പം തൽവീന ഉണ്ടാക്കിയിട്ട്, ബാർലിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് തണിയാൻ വെച്ചിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ച് മധുരിപ്പിച്ചിട്ട് രാവിലെ 8 മണിക്ക് മുമ്പ് കഴിക്കണം. അല്ലാഹു അക്ബർ.